ഒടുവിൽ ചാനൽ ജഡ്ജിമാർ വയനാടത്തെ ആ രണ്ട് കോൺഗ്രസ് ആത്മാക്കൾക്ക് വേണ്ടി സടകുടഞ്ഞെണീറ്റു. എണീറ്റതല്ല, എണീപ്പിക്കേണ്ടി വന്നതാണ്. വളരെ സരസമായി കോൺഗ്രസുകാർ നശിപ്പിച്ച രണ്ട് ജീവനുകളെ ലളിതമായി വാർത്ത കൊടുത്തങ്ങ് ഒതുക്കാനായിരുന്നു പരിശ്രമം. പക്ഷേ സൈബർ ഇടങ്ങൾ ഇന്ന് അങ്ങനെയല്ലല്ലോ. അവർ ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലനമാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന് ഒരു ദിവസത്തിന് ശേഷമെങ്കിലും ആത്മരോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആ ചർച്ച അരങ്ങേറിയത്. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തിയ ആളാണ്. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തി. കോൺഗ്രസ് പാർട്ടി അദ്ദേഹം മരിച്ച മണ്ണടിഞ്ഞതിന് ശേഷം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്നുള്ളതാണ് ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സഹപ്രവർത്തകരുടെ സാമ്പത്തിക വഞ്ചനയിൽപ്പെട്ട് കടത്തിൽ മുങ്ങിയാണ് വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്തത്. ബാങ്കിലെ നിയമനത്തിന് വാങ്ങിയ കോഴ നിയമനം നടക്കാതെ വന്നപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം വിജയന് മാത്രമായി. പണം പറ്റിയ നേതാക്കളൊക്കെ മുങ്ങി. വീടും പറമ്പും ജപ്തി ചെയ്യുമെന്ന ഘട്ടത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം കൊടുത്ത് വിജയൻ സ്വയം ജീവനെടുത്തു. പാർട്ടിക്ക് അപഖ്യാതി ഉണ്ടാക്കാൻ മനസ്സ് വരുന്നില്ല, എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് ദീനമായി അപേക്ഷിക്കുന്ന ഒരു മരണക്കുറിപ്പ് VD സതീശനും K സുധാകരനും മറ്റു പ്രമുഖ നേതാക്കൾക്കും വിജയൻ നൽകിയിരുന്നു. ഈ മരണക്കുറിപ്പ് നേതാക്കൾക്ക് കിട്ടി 10 ദിവസം കാത്തിരിക്കണം. അവർ സഹായിച്ചില്ലെങ്കിൽ മാത്രമേ ഈ കത്ത് പുറത്തുവിടാവൂ എന്ന് മൂത്ത മകന് ഒരു കത്തുകൂടി എഴുതി വെച്ചിരുന്നു വിജയൻ. 4 പതിറ്റാണ്ടോളം വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ അഹോരാത്രം പണിയെടുത്ത NM വിജയനോട് മരിച്ചിട്ടും ദയ കാണിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി. ഇതൊരു സാമ്പിളാണ്. സജീഷ് നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു.